പ്രിയ വോട്ടർമാരെ നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? അവരുടെ ചിന്താധാരയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? MLA നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മണ്ഡലത്തിൽ സജീവമാണോ? നിയമസഭയിൽ നിങ്ങൾക്കായി ഇടപെടാറുണ്ടോ? നിയമനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങളുടെ MLA ഭാഗഭാക്കാകുന്നുണ്ടോ? കൃത്യമായി സജീവമാണോ അദ്ദേഹം? എന്തെല്ലാം വികസനമാണ് അദ്ദേഹം നിങ്ങളുടെ മണ്ഡലത്തിൽ എത്തിച്ചത്? ഉറപ്പു നൽകിയിട്ടും അദ്ദേഹം പാലിക്കാത്തത് എന്തെല്ലാമാണ്? 140 മണ്ഡലങ്ങളിലെയും MLA മാർ ചെയ്തതും ചെയ്യാത്തതുമെല്ലാം നമ്മൾ ഒന്നിച്ച് പരിശോധിക്കുകയാണ്. ഇത് ന്യൂസ് മലയാളത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി. പേരറിയാമല്ലോ, ഹലോ MLA പറഞ്ഞേ പറ്റൂ. ഓരോ മണ്ഡലത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും നിലവിലെ രാഷ്ട്രീയ ചിത്രം എന്താണ്? വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ മാറാം? മാറുന്നതും മറിയുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നെല്ലാം നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. മധ്യ തിരുവിതാംകൂറിലേക്ക് എത്തുകയാണ് ഹലോ MLA. ഇത്തവണ നമ്മൾ ഇഴകീറി നോക്കുന്നു കടുത്തുരുത്തി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ജാതകം. മധ്യകാലത്തോളവും അതിനപ്പുറവും ദീർഘചരിത്രം പേറുന്ന നാടാണിത്. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൽ കടുത്തുരുത്തിയെ പറ്റി പരാമർശമുണ്ട്. 10ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശം പിന്നീട് വടക്കുംകൂർ, തെക്കുംകൂർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ സാമന്ത രാജ്യമായിരുന്ന വടക്കുംകൂറിന്റെ തലസ്ഥാന ദേശമായിരുന്നു കടുത്തുരുത്തി. 1754 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വടക്കുംകൂറിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു. പോർച്ചുഗീസ്, ബ്രിട്ടീഷ് മിഷനറി പ്രവർത്തനങ്ങളുടെ പ്രാചീന ജ്ഞാനായ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ, ഖരാസുരന്റെ ഉഗ്ര തപസ്സിൽ പ്രീതനായ ശൈവൈതിഹ്യത്തിന്റെ ഒക്കെ പാരമ്പര്യം പേറുന്ന മണ്ണ്. തളി മഹാദേവ ക്ഷേത്രവും സെന്റ് മേരീസ് വലിയ ഫൊറോന പള്ളിയുമെല്ലാം സഹജീവനത്തിന്റെ ദേവാലയങ്ങളായി നിലകൊള്ളുന്ന നാട്. മണ്ഡലത്തിന്റെ സമകാലിക രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ കോൺഗ്രസിന്റെയും പിന്നീട് കേരള കോൺഗ്രസിന്റെയും ഉറച്ച കോട്ടയാണ് കടുത്തുരുത്തി. UDF-ലാകട്ടെ LDF-ലാകട്ടെ എക്കാലവും കടുത്തുരുത്തി കേരള കോൺഗ്രസിന്റെ കൂടെ നിന്നു. 1996 മുതൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മോൻസ് ജോസഫിന് ഒരിക്കൽ മാത്രമാണ് കടുത്തുരുത്തിയിൽ കാലിടറിയത്. കേരള കോൺഗ്രസ് പിളർന്നപ്പോഴും മുന്നണി മാറിയപ്പോഴും കടുത്തുരുത്തി മോൻസിനൊപ്പം നിന്നു. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSC-യിലൂടെയാണ് മോൻസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. കോട്ടയം ബസേലിയോസ് കോളേജിലെ KSC-യുടെ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഒക്കെയായി മോൻസ് ജോസഫ്. പിന്നീട് സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെയായി മോൻസ് ജോസഫ് പ്രവർത്തിച്ചു. 32ാം വയസ്സിലായിരുന്നു നിയമസഭയിലേക്ക് ആദ്യ മത്സരം. ആദ്യ ഊഴത്തിൽ തന്നെ വിജയം. പക്ഷേ 2ാം അംഗം പിഴച്ചു. എന്നാൽ 2006 ശേഷം ഒരിക്കൽ പോലും മോൻസിനെ കടുത്തുരുത്തി കൈവിട്ടിട്ടില്ല. ആകെ 5 വട്ടം കടുത്തുരുത്തിയിൽ നിന്ന് ജയിച്ച് മോൻസ് നിയമസഭയിലെത്തി. മുമ്പ് കടുത്തുരുത്തി ആരെയൊക്കെ തുണച്ചു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകൾ എങ്ങനെയായിരുന്നു? ആ കണക്കുകളിൽ നിന്നും നമുക്ക് ചിലതെല്ലാം കണക്ക് കൂട്ടിയെടുക്കാനുണ്ട്. കാണാം മണ്ഡല ചിത്രം. ഉണ്ണുനീലി സന്ദേശം കടുത്തുരുത്തിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നുവെന്ന് പറഞ്ഞല്ലോ. ഈ കൃതിയിൽ അന്നത്തെ കടുത്തുരുത്തി തുറമുഖത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്കണം. കടുത്തുരുത്തിയിൽ എവിടെയാണ് തുറമുഖം എന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടുത്തുരുത്തി വരെ അറബിക്കടൽ ഉണ്ടായിരുന്നുവെന്നും കടൽ പിന്നീട് പിൻവാങ്ങിയതായും ഒക്കെ പറയപ്പെടുന്നുണ്ട്. 14ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സുനാമിയോ ഭൂകമ്പമോ കാരണം കടൽ ഉൾവലിഞ്ഞെന്നാണ് ഒരു പക്ഷം. കടൽ തുരുത്ത് ലോപിച്ചാണ് കടുത്തുരുത്തി എന്ന പേരുരുത്തിരിഞ്ഞതെന്നും ചരിത്ര വായനകളുണ്ട്. ഇനി മണ്ഡലം രൂപീകൃതമായതെന്നാണെന്ന് നോക്കാം. 1957 മണ്ഡലം രൂപീകൃതമായത്. കോൺഗ്രസിന്റെ MC എബ്രഹാം ആദ്യ MLA ആയി. 1967 കേരള കോൺഗ്രസിന്റെ ജോസഫ് ചാഴിക്കാട് MLA ആയി. 1970, 77, 80 തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിന്റെ O ലൂക്കോസിനായിരുന്നു ജയം. 1982 1987 LDF സ്വതന്ത്രനായി മത്സരിച്ച PC തോമസ് ആണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 1991 കേരള കോൺഗ്രസ് എമ്മിന്റെ PM മാത്യു MLA ആയി. 1993 കേരള കോൺഗ്രസ് M പിളർന്നു. PM മാത്യു ജേക്കബ് വിഭാഗത്തിനൊപ്പം പോയി. 1996 കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും തമ്മിൽ സൗഹൃദ മത്സരം നടന്നു. 1996 ജയം LDF-നൊപ്പമായിരുന്ന ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫിനായിരുന്നു. 2001 സ്റ്റീഫൻ ജോർജിലൂടെ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. 2006 മുതൽ കടുത്തുരുത്തിയെ പ്രതിനിധീകരിക്കുന്നത് മോൻസ് ജോസഫ് തന്നെയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ്. മുന്നണി വ്യത്യാസമില്ലാതെ എന്നും കേരള കോൺഗ്രസിനൊപ്പം തന്നെ നിന്നിട്ടുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. വളരുംതോറും പിളരുന്ന, പിളറുംതോറും വളരുന്ന കേരള കോൺഗ്രസിനൊപ്പം
അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊപ്പം മാത്രം കടുത്തുരുത്തി കെട്ടുറപ്പോടെ നിന്നു. 1996 സൗഹൃദ ത്രികോണ മത്സരത്തിലൂടെയാണ് ഇടത് പ്രതിനിധിയായി മോൻസ് ജോസഫ് ആദ്യം ജയിച്ചത്. ആ നിയമസഭയിലെ ഏറ്റവും ഇളമുറക്കാരനായിരുന്നു മോൻസ്. 3 പതിറ്റാണ്ടിനിപ്പുറവും UDF പ്രതിനിധിയായി ഇപ്പോഴും മോൻസ് MLA ആയി തുടരുന്നു. ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില എങ്ങനെയാണ് എന്നത് നമുക്കൊന്ന് ഓടിച്ചു പരിശോധിക്കാം. മോൻസ് ജോസഫ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 59,666 വോട്ടുകളാണ് ലഭിച്ചത്. അതായത് 45.7%. സ്റ്റീഫൻ ജോർജ് ആയിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 55,410 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, 42.4%. ലിജിൻ ലാലാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 11,670 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, 8.9%. അങ്ങനെ മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4,256 വോട്ടുകളാണ്. 11 ഗ്രാമപഞ്ചായത്തുകളാണ് കടുത്തുരുത്തി മണ്ഡലത്തിലുള്ളത്. ഇതിൽ 4 എണ്ണം ഒഴികെ മറ്റെല്ലാം ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. കടുത്തുരുത്തി മണ്ഡലം നമുക്ക് നോക്കാം. കടുത്തുരുത്തി പഞ്ചായത്ത് നമ്മൾ നോക്കിയാൽ LDF ആണ് ഭരിക്കുന്നത്. കടുത്തുരുത്തി പഞ്ചായത്ത്. മാഞ്ഞൂർ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. മുളക്കുളം UDF ആണ് ഭരിക്കുന്നത്. ഞീഴൂർ LDF ആണ് ഭരിക്കുന്നത്. കടപ്ലാമറ്റം LDF ആണ് ഭരിക്കുന്നത്. കാണക്കാരി LDF ആണ് ഭരിക്കുന്നത്. കിടങ്ങൂർ UDF ആണ് ഭരിക്കുന്നത്. കുറവലങ്ങാട് UDF ആണ് ഭരിക്കുന്നത്. മരങ്ങാട്ടുപള്ളി LDF ആണ് ഭരിക്കുന്നത്. ഉഴവൂർ UDF ആണ് ഭരിക്കുന്നത്. വെളിയന്നൂർ LDF ആണ് ഭരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില K. ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അതായത് കടുത്തുരുത്തി ഉൾപ്പെടുന്ന പ്രദേശത്ത്. അപ്പോൾ കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ 51,830 വോട്ടുകളാണ്. നിങ്ങൾക്ക് ഈ പൈ ചാർട്ടിൽ കാണാം. 51,830 വോട്ടുകൾ, അതായത് 44.4%. തോമസ് ചാഴിക്കാടനായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. 40,356 വോട്ടുകളാണ് തോമസ് ചാഴിക്കാടന് കിട്ടിയത്, 34.57%. തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. 20,889 വോട്ടുകളാണ് ഈ കടുത്തുരുത്തി മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്, അതായത് 17.9%. അതായത് NDAയുടെ കണക്ക് ഏതാണ്ട് 10%-ഓളം വോട്ടുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്ക് വർദ്ധിച്ചു എന്നതുകൂടി കാണണം. ഫ്രാൻസിസ് ജോർജിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. 2019 UDFനൊപ്പം നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് M 2020 മുന്നണി വിട്ടതോടെ മണ്ഡലം LDFനൊപ്പമായി. ജോസഫ് വിഭാഗം UDFനൊപ്പം നിന്നതോടെ കോട്ടയം സീറ്റ് അവർക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായിരുന്ന KM ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജിനെ നിർത്തി കോട്ടയം മണ്ഡലം ജോസഫ് വിഭാഗം തിരിച്ചു പിടിക്കുമ്പോൾ 2014 ഫ്രാൻസിസ് ജോർജ് മാണി ഗ്രൂപ്പിൽ നിന്ന് പിളർന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചെങ്കിലും 2020 പാർട്ടി വിട്ട് കേരള കോൺഗ്രസിൽ തിരിച്ചെത്തുകയായിരുന്നു എന്നുള്ള ചരിത്രം കൂടി ഓർക്കണം. MLA മോൻസ് ജോസഫ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ അതിഥിയുമുണ്ട്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചയച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പറഞ്ഞേ പറ്റൂ. ഹലോ MLAയിൽ ഇന്ന് കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം ശ്രീ മോൻസ് ജോസഫ് MLA. നമുക്ക് ഈ എറണാകുളം കോട്ടയം പാതയിൽ കടുത്തുരുത്തിയിലെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ, ITC ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെയുള്ള ബൈപ്പാസ്. ആ ബൈപ്പാസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ആദ്യം കാണാം. 2013 തുടങ്ങിയ നിർമ്മാണം വിവിധ കാരണങ്ങൾ കൊണ്ട് വൈകിയെങ്കിലും വരുന്ന ജനുവരിയിൽ അത് ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. 2 പാലങ്ങളും ഫ്ലൈ ഓവറും അണ്ടർപാസേജുമുള്ള 1.5 കിലോമീറ്റർ ബൈപ്പാസിൽ ടാറിംഗ് ഉൾപ്പെടെ അന്തിമ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ റിപ്പോർട്ടിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ ഇടങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി ജംഗ്ഷൻ. ബൈപ്പാസ് വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കവുമുണ്ട്. ഒടുവിൽ 2008 അനുമതി ലഭിച്ച പദ്ധതിയുടെ നിർമ്മാണം 2013 തുടങ്ങി. 2018 പ്രളയത്തിന് പിന്നാലെ പ്ലാനിൽ മാറ്റം വരുത്തിയതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്നാണ് വിശദീകരണം. റോഡിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിച്ച് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയതോടെ ഗതാഗത കുരു കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും. ഇപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീരുക. കടുത്തുരുത്തിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് നോക്കുക, വഴിയെല്ലാം ബ്ലോക്കായി, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ മേലാതെ. ഒന്ന് റോഡ് ക്രോസ് ചെയ്യണതിന് ഏറ്റവും കുറഞ്ഞൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ഇവിടുത്തെ തിരക്ക് കുറയും. കടുത്തി ടൗണിൻ്റെ വലിയ വണ്ടികളുടെ തിരക്ക് കുറയും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ഇത് വണ്ടികളെല്ലാം അതിലെ പോവും.
നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിൽ 9.67 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്ലോക്ക് ജംഗ്ഷനിൽ കൊല്ലാപ്പറമ്പ് ഭാഗത്തേക്കുള്ള വഴിയിലാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചിരിക്കുന്നത്. സിഗ്നൽ സംവിധാനവും സുരക്ഷാ നടപടികളും പൂർത്തിയാക്കി ജനുവരിയിലാകും ബൈപ്പാസ് തുറന്നു നൽകുക. ന്യൂസ് മലയാളം, കോട്ടയം. റൈറ്റ്. ശ്രീ മോൻസ് ജോസഫ് കണ്ടല്ലോ, അവരുടെ ഏറെ പഴി ഏറ്റുവാങ്ങിയിരുന്നതാണ് ഈ പദ്ധതിയൊക്കെ ഇങ്ങനെ വൈകുന്നതുമായി ബന്ധപ്പെട്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് അത് വൈകിക്കൊണ്ടിരുന്നത്. എന്തായാലും അത് പൂർത്തീകരിക്കുകയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ ഏറ്റവും സംതൃപ്തി നൽകിയ പദ്ധതി ഏതാണ് എന്നാണ് ശ്രീ മോൻസ് ജോസഫിന് പറയാനാവുക? നിരവധി പദ്ധതികൾ നമുക്ക് സംതൃപ്തി നൽകിയിട്ടുള്ള പദ്ധതികളാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തിയുള്ള ഒരു കാര്യം കടുത്തുരുത്തിയിൽ ദീർഘകാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഞാൻ മുൻകൈ എടുത്ത് നടപ്പാക്കിയതുമായ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം. നമുക്ക് ചുരുങ്ങിയ സമയത്തിനകം തന്നെ ബൈപ്പാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ MLA എന്ന നിലയിൽ ആദ്യം വരുന്ന സമയം മുതൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതി നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങളിലും തടസ്സങ്ങളിലും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള സാവകാശം വേണ്ടി വന്ന പദ്ധതി, അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇപ്പോൾ പൂർത്തീകരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതേതായാലും നടപ്പായ ഒരു പദ്ധതി എന്ന് തന്നെ നമുക്കിപ്പോൾ കണക്കാക്കാം. പക്ഷേ ഇനി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് കടുത്തുരുത്തി കാർഷിക മേഖലയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടി ഞങ്ങൾ അസംബ്ലി മണ്ഡലത്തിൻ്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഒരു പ്രോജക്റ്റ് തന്നെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദിൻ്റെ സഹകരണത്തോടുകൂടി മണ്ഡലത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. കർഷകർക്ക് കൂടുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അതെല്ലാം ഒരു സാധാരണ നിലയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതിൻ്റെ ഒരു പടി കൂടി കടന്ന് ഒരു മോഡൽ പ്രോജക്റ്റായി കാർഷിക മേഖലയിൽ പുതുജീവൻ പകരുന്ന ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കണം എന്ന ആഗ്രഹമുണ്ട്. റൈറ്റ്. എന്തായാലും അങ്ങനെ ഒരു പദ്ധതി കൂടിയാണ്. കാർഷിക മേഖല തന്നെയാണ് തീർച്ചയായും കടുത്തുരുത്തി. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ MLAയോട് ചോദ്യം ചോദിക്കേണ്ട ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇവിടേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. MLAയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിപക്ഷ ശബ്ദമുണ്ടല്ലോ. നേരത്തെ പറഞ്ഞിരുന്നു. ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ഇനി നീങ്ങാൻ പോകുന്നത്, ചോദിക്കാനും പറയാനും. MLAയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 മോൻസ് ജോസഫിന്റെ മുഖ്യ എതിരാളിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി സ്റ്റീഫൻ ജോർജ് തന്നെയാണ്. കടുത്തുരുത്തിയുടെ മുൻ MLA കൂടിയായ സ്റ്റീഫൻ ജോർജ് 5 വർഷത്തിന് ശേഷം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി തെരഞ്ഞെടുക്കപ്പെട്ട MLAയെ അഭിമുഖീകരിക്കുന്നു. സ്റ്റീഫൻ ജോർജിന്റെ ആദ്യ ചോദ്യത്തിലേക്ക്. കടുത്തുരുത്തി ബൈപ്പാസ് ഞാൻ MLA ആയിരുന്ന കാലത്ത് ആരംഭിച്ചതാണ്, 2005-ൽ. അന്ന് ബഹുമാനപ്പെട്ട മാണി സാർ മന്ത്രിയായിരുന്നപ്പോൾ മാണി സാറിൻ്റെ സഹായത്തോടുകൂടി 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വെച്ചു. അപ്പോൾ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി എൻ്റെ MLA ഓഫീസിൽ തന്നെ അവിടുത്തെ സ്ഥല ഉടമകളെ വിളിച്ചു വരുത്തി. ആർക്കും എതിർപ്പില്ലായിരുന്നു, എല്ലാവരും സമ്മതിച്ചു. അത്രയും കാര്യങ്ങൾ ഇതിന് ശേഷം 2006 ഇലക്ഷൻ വന്നു, ഞാൻ പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ എത്ര വർഷമായി? ഇത് 2025-ആയി. 10-20 വർഷം കഴിഞ്ഞു. ശ്രീ മോൻസ് ജോസഫ് MLA മന്ത്രിയായി. എന്നിട്ടും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഷേപ്പ് തന്നെ മാറ്റിപ്പോയി. യഥാർത്ഥത്തിൽ ഞാൻ വിഭാവനം ചെയ്ത രൂപത്തിലായിരുന്നുവെങ്കിൽ ആ കടുത്തുരുത്തിക്ക് വലിയ വികസനം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് പല വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് മാറ്റം വരുത്തി. ഇന്ന് വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്? എന്തായാലും പൂർത്തിയാവുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ റിപ്പോർട്ടിൽ കണ്ടു. എന്നാലും ഇത്രയും നീണ്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹം MLA ആയപ്പോഴല്ല കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ആ പദ്ധതി ആസൂത്രണം ചെയ്തത്. അത് തന്നെ അദ്ദേഹം സത്യവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് പച്ചക്കളവാണ്, ജനങ്ങൾക്ക് പരിശോധിക്കാം. അതിന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ആദ്യം 96-ൽ ഞാൻ MLA ആയി വരുമ്പോൾ 96, 2001 അന്ന് ജനങ്ങൾ, അന്നൊരു നിയമസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ജനങ്ങളുടെ ഒരു പൊതുവേദിയിൽ, പൗരാവകാശ സഭ സംഘടിപ്പിച്ചൊരു പൊതുവേദിയിലാണ് കടുത്തുരുത്തി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം ഇങ്ങനെ ആവശ്യം ആദ്യം ഉയരുന്നത്. ഞാൻ MLA ആയപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ ശ്രമങ്ങൾ ആരംഭിച്ചു.
അങ്ങനെ കടുത്തുരുത്തി ഞങ്ങൾ ബഡ്ജറ്റിൽ ആദ്യം ഉൾപ്പെടുത്തി. ഞങ്ങൾ 96-2001 ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിൽ PWD മന്ത്രി ശ്രീ P. ജോസഫ് സാറാണ് ഞാൻ MLA എന്ന നിലയിൽ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്ത് കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടിയുള്ള അലൈൻമെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു. 2001 നിയമസഭാ ഇലക്ഷൻ വരുന്നു. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് എന്ന് പറഞ്ഞുള്ള പ്രോജക്റ്റ് ആദ്യമായി ബഡ്ജറ്റിലൂടെ 96-2001 കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എൻ്റെ ആദ്യത്തെ തുടക്കമാണ്. എന്നാൽ നിർഭാഗ്യവശ ഗതികേടുണ്ടായത് 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടം MLA എന്ന നിലയിൽ ഞാനല്ല, സ്റ്റീഫൻ ജോർജ് MLA ആയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും നടന്നില്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ, അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്തത് അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ്. അത് ശരിയാണ്. ആകെ നടന്നത് അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്ത് കല്ലിട്ടു. അദ്ദേഹം ഇട്ട കല്ലിനകത്തുനിന്ന് ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. അത് ITC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ബ്ലോക്ക് ജംഗ്ഷനിൽ പോയി നിൽക്കുന്ന വിധത്തിൽ കല്ലിട്ടു. ആ കല്ല് പോലും ഞാൻ വരുമ്പോൾ കാണാൻ കല്ല് അവിടെ ഇവിടെ കിടക്കുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുത്തിട്ടില്ല. ഒരു പൈസ ബൈപ്പാസിന് വേണ്ടി അദ്ദേഹം പറഞ്ഞല്ലോ, മാണിസാറിൻ്റെ സമയത്ത് 50 ലക്ഷം രൂപ വന്നു. എവിടെയാണ് വിനിയോഗിച്ചത്? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. 50 ലക്ഷം രൂപയോ 1 കോടി രൂപ എത്രയാട്ടെ, അദ്ദേഹത്തിന്റെ സമയത്ത് കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടി 1 രൂപ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതിനുശേഷവും ദീർഘകാലം നീണ്ടുപോയി എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അത് പൂർത്തിയാവുന്നു എന്നുള്ള ആശ്വാസമുണ്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം, സ്റ്റീഫൻ ജോർജിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ഇനി കേന്ദ്രീയ വിദ്യാലയം ശ്രീ ജോസ് കെ മണി MP ആയിരുന്നപ്പോൾ അനുവദിച്ചതാണ്. എത്രയോ നാളുകളായി ഇതുവരെ സ്ഥലം എടുക്കാൻ കഴിഞ്ഞു. ഞാൻ MLA ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ പോളിടെക്നിക്ക് വന്നത്. ആ പോളിടെക്നിക്ക് വന്നപ്പോൾ ഞാൻ സണ്ണി പറമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം കൂടി, ഞാൻ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്ത് സ്ഥലം എടുത്തു കൊടുത്തു. അതവിടെ ബിൽഡിംഗ് പണിതു, നന്നായി നടക്കുന്നു. എത്രയോ നാളായി, ഇപ്പോൾ 1 വർഷത്തിനകം സ്ഥലമെടുത്ത് കൊടുത്തില്ലെങ്കിൽ അത് കടുത്തുരുത്തിക്ക് നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ഥലം എടുത്ത് കൊടുക്കാൻ കഴിയുന്നില്ല? റൈറ്റ്, എന്തുകൊണ്ടാണ് ആ സ്ഥലം ഏറ്റെടുത്ത് എടുക്കാൻ കഴിയാതെ പോയത് ശ്രീ മോൻസ് ജോസഫ്? വളരെ ക്ലിയറാണ്. ഒന്ന്, അദ്ദേഹം ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രീയ വിദ്യാലയം ജോസ് കെ മാണി അനുവദിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇതേക്കുറിച്ച് അദ്ദേഹം ഒന്നും അറിയത്തില്ലെന്നുള്ളതാണ്. ജോസ് കെ മാണിയോട് ഞാൻ കടുത്തുരുത്തിയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം തരാമെന്ന് MLA എന്നതിനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, കോട്ടയത്ത് ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്, ഇനി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ടാമതൊന്നുകൂടെ കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കിട്ടുമായിരുന്നു ഞാനൊന്നും പാലായി കൊണ്ടുപോകാമായിരുന്നല്ലോ, പാലായി പോലും കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഞാൻ കടുത്തുരുത്തിക്ക് എന്നോട് നേരെ ചോദിച്ചാണ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്രയും കളവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ ഇവർ പലപ്പോഴും ശ്രമിച്ചു, ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതൊന്നും ഏറ്റെടുക്കാൻ വരേണ്ട കാര്യമില്ല. കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയം മോൻസ് ജോസഫ് MLA പരിശ്രമഫലമായി ജില്ലാ കളക്ടർ മിനി ആന്റണി ഇരിക്കുമ്പോൾ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ നടക്കുകയില്ലെന്ന് പറഞ്ഞ സാധനം ഞാൻ കടുത്തുരുത്തി കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, കടുത്തുരുത്തിയിലെ പോളിടെക്നിക്ക് ഇദ്ദേഹം ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. കടുത്തുരുത്തി പോളിടെക്നിക്ക്, കടുത്തുരുത്തിക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നില്ല. സ്റ്റീഫൻ ജോർജ് കൊണ്ടുവന്നാണ് കടുത്തുരുത്തി പോളിടെക്നിക്ക് എന്ന് പറയാൻ എങ്ങനെ തൊലിക്കെട്ടിയുണ്ടായി? ഞാൻ അത്ഭുതപ്പെടുകയാണ്. കടുത്തുരുത്തി പോളിടെക്നിക്ക് കൊണ്ടുവരുന്നത് EK നായനാർ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് സമയത്ത് P. ജോസഫ് സാറാണ് വിദ്യാഭ്യാസ മന്ത്രി. കടുത്തുരുത്തിക്ക് ഒരു സ്ഥാപനം പോലും ഇവരാരും ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നു എന്നതാണ് സ്റ്റീഫൻ ജോർജ് ഉന്നയിച്ച ആരോപണം. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, സ്റ്റീഫൻ ജോർജിന്റെ അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് മാത്രമല്ല, വടക്കംകൂർ ബൈപ്പാസ് വലിയ പ്രഖ്യാപനമായിരുന്നു. വടക്കംകൂർ ബൈപ്പാസ് വന്നാൽ കടുത്തുരുത്തിയിൽ ബ്ലോക്ക് കുറയും. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞോ പ്രഖ്യാപനം? വടക്കംകൂർ ബൈപ്പാസ്, അത് ആ പേര് കൊണ്ട് തന്നെ വലിയ കൗതുകമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വടക്കംകൂർ ബൈപ്പാസ് നടക്കാതെ പോയത്? കടുത്തുരുത്തിയിൽ നമ്മളൊരു പുതിയ ബൈപ്പാസ് കൂടി വിഭാവനം ചെയ്തതാണ് വടക്കംകൂർ ബൈപ്പാസ്. ആ വടക്കംകൂർ ബൈപ്പാസിന് വേണ്ടി ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 8 കോടി രൂപ അനുവദിച്ചു. ആ ഫണ്ട് അതിനകത്ത് ഒരു വിവിധ ഗ്രാമീണ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരു ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ടുവന്നത്. പക്ഷേ ആ അലൈൻമെൻറ്റിന് വിവിധങ്ങളായിട്ടുള്ള എതിർപ്പാണ്. മുട്ടിച്ചിറ പള്ളിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ച് കൈലാസപുരത്ത് കയറുന്ന വിധത്തിലാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളത് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ എല്ലാം ഒരുപാട് ആളുകൾ വീട് വെച്ചു. അവർക്കൊക്കെ താമസിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളില്ല. അപ്പോൾ അത്രയും വരുന്ന ഒരു 100 കണക്കിന് കുടുംബങ്ങളെയും പിന്നെ പള്ളിയുടെ മണിമാളിക പൊളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം, വിവിധങ്ങളായ വിഷയങ്ങളുണ്ടായി. അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ആ അലൈൻമെൻറ്റ് ജനങ്ങൾക്ക് ഉപദ്രവമാണ്, അത് നാടിന് ഉപദ്രവമാവും എന്നുള്ളതുകൊണ്ട് അത് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി 1ാം പിണറായി സർക്കാരിൽ അലൈൻമെൻറ്റ് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു. ഇപ്പോൾ ഈ 2ാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് അലൈൻമെൻറ്റ് മാറ്റാനുള്ള അനുവാദം ഇപ്പോൾ തന്നിരിക്കുന്നു. അത് ഏറ്റവും സമീപ സമയത്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കംകൂർ ബൈപ്പാസിന് പുതിയൊരു അലൈൻമെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ അലൈൻമെൻറ്റ് വെച്ച് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച 7 കോടി രൂപയും
1 കോടി ബാക്കി വിവിധ കാര്യങ്ങളിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി 7 കോടി രൂപയാണുള്ളത്. ആ 7 കോടി രൂപയിൽ ലൈവായിട്ടുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വടക്കങ്കൂർ ബൈപ്പാസ് കടുത്തുരുത്തിക്ക് യാഥാർത്ഥ്യമാക്കണം. ഇപ്പോൾ അലരി ഭാഗത്തു നിന്ന് ആരംഭിച്ച് കൈലാസപുരം ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കയറുന്ന വിധത്തിലും കൈലാസപുരത്ത് നിന്ന് നമ്മുടെ കടുത്തുരുത്തി പാലാ റോഡ് കയറുന്ന വിധത്തിലുള്ള പുതിയ അലൈൻമെൻ്റാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും അത് നടപ്പാകും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം ശ്രീ സ്റ്റീഫൻ ജോർജ്. അതുപോലെ കടുത്തുരുത്തിയിൽ ബസ് ടെർമിനൽ കൊണ്ടും 2 പള്ളികളും അവിടെ 2 പള്ളിയാവുള്ളത് 2 പള്ളികളും സ്ഥലം കൊടുത്തു. വിലയ്ക്കാണ് സ്ഥലം കൊടുത്തുള്ളൂ. ആ പാലത്തിൻ്റെ സമീപത്ത് ബസ് ടെർമിനൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ബസ് ടെർമിനൽ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ബസ് ടെർമിനൽ ചെറുവിരലല്ല 10 വിരലും അനക്കിയിട്ടുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ബസ് ടെർമിനൽ എന്ന് പറയുന്നത് ഞാൻ തന്നെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത്. ആ ബസ് ടെർമിനൽ കാരണം കടുത്തുരുത്തി പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ബസ് സ്റ്റാൻഡ് ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്ത് തീർച്ചയായിട്ടും അതിന് മുൻകൈയെടുത്ത് പണം മുടക്കി സ്ഥലം മേടിക്കണം. കടുത്തുരുത്തിയിൽ അതിന് കഴിയാത്ത സാഹചര്യമുണ്ട്. പോളിടെക്നിക്കിന് വേണ്ടിയൊക്കെ കടുത്തുരുത്തി പഞ്ചായത്ത് പണം കൊടുത്താണ് സ്ഥലം വാങ്ങിച്ചത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം വാങ്ങിക്കാൻ പണമില്ലാത്തതുകൊണ്ടും ഒക്കെ പ്രശ്നം. അതായത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ ഇക്കാര്യങ്ങൾക്കകത്ത് പരിശോധിക്കുകയും അവരത് കഴിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല. കടുത്തുരുത്തി ടൗണിലെ ട്രാഫിക് കൺജഷൻ അത് പരിഹരിക്കാൻ വേണ്ടി MLA എന്നതിൽ ഞാൻ തന്നെ മുന്നോട്ട് വെച്ച പ്രപ്പോസലാണ് ഒരു ബസ് ടെർമിനൽ. അത് വലിയ തോടിൻ്റെ കുറുകെ കടുത്തുരുത്തി പാലത്തോട് ചേർന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ അതിന് നമുക്ക് ഫണ്ട് അനുവദിച്ചു. ആ ഫണ്ട് അനുവദിക്കുകയും അത് തുടർ നടപടികളിലേക്ക് കടന്നു. 2 പള്ളിയോടും ചർച്ച ചെയ്തത് ഞാൻ തന്നെ മുൻകൈയെടുത്താണ്. ആ പള്ളികൾ സ്ഥലം തരാൻ സമ്മതിച്ചു. പക്ഷേ സ്ഥലം തരുന്നത് അവർ സൗജന്യമായിട്ടല്ല. ആ സ്ഥലം സർക്കാരിൻ്റെ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കണം. അതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യ സ്റ്റെപ്പ് പൂർത്തിയാക്കി സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെയുള്ള LDF സർക്കാരിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്താൽ നമുക്ക് വിതിൻ ഷോർട്ട് ടൈം ടെൻഡർ ചെയ്ത് ബസ് ടെർമിനൽ ഉണ്ടാക്കാം. റൈറ്റ്. അതിനു വേണ്ട പണം കണ്ടെത്തി അത് പണം സമാഹരിച്ച് ആ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട്. അടുത്ത ചോദ്യം കേൾക്കാം. ആരെന്ത് കൊണ്ടുവന്നാലും അതിന് അവകാശവാദം ഉന്നയിക്കുക എന്നല്ലാതെ യഥാർത്ഥ വികസനത്തിൽ നിന്നും കടുത്തുരുത്തിയെ വളരെയേറെ പിന്നോട്ടടിച്ച തീരുമാനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മറ്റുള്ളവർ കൊണ്ടുവരുന്നതിൻ്റെ അവകാശവാദമാണ് ശ്രീ മോൻസ് ജോസഫ് എടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരോപണം. യഥാർത്ഥ വികസനത്തിലേക്ക് കടുത്തുരുത്തി മണ്ഡലത്തെ കൊണ്ടുവന്നത് MLA എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ അവകാശവാദത്തിന് ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷെ ചെയ്ത കാര്യത്തിൻ്റെ പിതൃത്വമെടുക്കാൻ സ്റ്റീഫൻ ജോർജ് വന്നാൽ വിട്ടുകൊടുക്കണം, പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഞാനത് പണ്ടൊരു പൊതുയോഗത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആരാൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ സ്റ്റീഫൻ ജോർജ് ഇറങ്ങി തിരിച്ചാൽ ആര് സമ്മതിക്കാനാ? നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. നമുക്ക് ആ കുഞ്ഞിനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല. ഇത്ര എൻ്റെ സ്റ്റാൻഡുള്ളൂ. ഇത്രയുമാണ് സ്റ്റീഫൻ ജോർജിന് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം ആ കടുത്തുരുത്തിയുടെ കടുപ്പമുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ശ്രീ മോൻസ് ജോസഫ് നൽകിയത്. താങ്കൾ തുടരണം. ഇനി പ്രധാനപ്പെട്ടത് MLAയെ കുറിച്ച് എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നതുകൂടി അറിയുക എന്നതാണല്ലോ. നമുക്ക് ചോദിക്കാം, MLAയെ കുറിച്ച് നാട്ടുകാരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. MLA കുഴപ്പമില്ല. പുള്ളി ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രതിപക്ഷം ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് കടുത്തുരുത്തിയിൽ. അത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷത്തോളം ആകാൻ പോവാണ്. ഇന്ന് കടുത്തുരുത്തി മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കുമോ? വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് കടുത്തുരുത്തി മാർക്കറ്റ്. അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ MLAക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തീർത്തും പരാജയം തന്നെയാണ് ഈ MLA എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊക്കെ പുള്ളി കാര്യമായിട്ട് ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഫണ്ട് അനുവദിക്കുന്ന സർക്കാരല്ലേ, MLAയുടെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ ഫണ്ട് കൊണ്ട് ചിലവാക്കുന്നത്. ഇത് ഓരോ കാലാകാലങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫണ്ട് കൊടുക്കുന്ന സർക്കാരില്ലേ, സർക്കാർ ഫണ്ട് അനുവദിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ. മാർക്കറ്റിലുണ്ടായിരുന്ന മീൻ മാർക്കറ്റും എല്ലാം പൊളിച്ച് നാശക്കോടാലിയാക്കി വേറെ കുറേ കടകൾ വന്നു. ഇപ്പം മാർക്കറ്റിലേക്ക് ആളില്ലാണ്ടായി. ഞങ്ങളിതുപോലെ തേരാപ്പാരായി. MLAയുടെ പ്രവർത്തനം നല്ല MLA അല്ലേ, വളരെ കാലങ്ങളായിട്ട് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നില്ലേ. MLAയുടെ പ്രവർത്തനം നല്ല, എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ വികസനമൊക്കെ ഉണ്ട്, ആർക്കും അത്ര ഇതല്ല. MLA മോൻസ് ജയിക്കുള്ളൂ. ഇവിടെ നിന്നാൽ വേറെ ആരും തന്നെ ജയിക്കുകയല്ല. വികസന പ്രവർത്തനം സാമാന്യ രീതിയിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന നടത്തുന്നുണ്ട്. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ MLA ആകുമ്പോൾ നമ്മുടെ ഇത് വികസനം കട്ടി ഇവിടെ ഈ ടൗണിൽ മാത്രം ഒഴിവാക്കാൻ പറ്റിയല്ലോ. ഒരു പരിധിയുണ്ടല്ലോ, MLA ആയാലും എല്ലാത്തിനും പരിധിയുണ്ട്. നല്ല പ്രവർത്തനങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ കണ്ട ആളുകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമാണ്. എങ്കിലും പൊതുവെ
തൃപ്തികരമാണ് ഞങ്ങൾ പോയി നമ്മുടെ റിപ്പോർട്ടർ പോയ സ്ഥലത്ത് മിക്കവാറും ആളുകൾ പറഞ്ഞതെന്നും MLA കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആ MLA അവിടെ തുടരുകയാണല്ലോ. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളിൽ എന്തായാലും ഇത്ര തവണ സീറ്റ് കിട്ടിയവർക്ക് പിന്നീട് സീറ്റ് കൊടുക്കരുത് എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 1-2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടും മത്സരിക്കുമോ എന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കടുത്തുരുത്തി മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ തന്നെ അക്കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ക്ലിയറൻസ് തന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം കേരള കോൺഗ്രസ് പാർട്ടിയെ വളർച്ചയിലേക്ക് നയിക്കുവാൻ, കേരളത്തിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് പി ജെ ജോസഫ് സാർ നയിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടോടെ വിശ്രമമില്ലാതെ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ്. അത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കർഷക ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന അധ്വാന വർഗത്തിൻ്റെയും മതന്യൂനപക്ഷങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യ സംരക്ഷണത്തിനും വേണ്ടിയാണ്. ആ കാര്യത്തിൽ പാർട്ടി ഇനിയും കരുത്താർജിക്കേണ്ടതുണ്ട്, ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് പാർട്ടിയുടെ അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞാനതനുസരിച്ച് വളരെ സജീവമായി പ്രവർത്തന രംഗത്ത്. അതായത് ഈ ഹലോ MLAയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റിംഗ് MLA ഞാൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ് ഇന്നിപ്പോൾ കേൾക്കുന്നത്. 2006, 2011, 2015, 2021 ഇങ്ങനെ ഈ 4 തെരഞ്ഞെടുപ്പുകളിലാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. തുടർച്ചയായി നീണ്ട 1.5 പതിറ്റാണ്ട് കടുത്തുരുത്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ ഇപ്പോൾ തുടരുകയുമാണ്. അപ്പോൾ ഇങ്ങനെ തുടരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാൻ ഈ ഘട്ടത്തിൽ ഹലോ MLAയിലൂടെ പറയാൻ എന്താണുള്ളത്? എനിക്ക് ജനങ്ങളോട് തീരാത്ത കടപ്പാടും നിറഞ്ഞ മനസ്സോടെയുള്ള നന്ദിയുമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് സഹകരിക്കാനും എന്നെ അനുഗ്രഹിക്കുവാനും ഒരു ജനപ്രതി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകുവാൻ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി സാമ്പത്തിക വേർതിരിവില്ലാതെ എല്ലാവരും ഒരേപോലെ സഹായിക്കാനും പിന്തുണ നൽകാനും മുന്നോട്ട് വന്നു എന്ന് വിലയിരുത്തുമ്പോൾ തീരാത്ത കടപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം കടുത്തുരുത്തി മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ കാലത്തും ഉണ്ട്. റൈറ്റ്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രീ മോൻസ് ജോസഫ് MLA. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിലും കടുത്തുരുത്തിയെ പ്രതിനിധീകരിക്കാനുള്ള ആശംസ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും മത്സരം കടുത്തതായിരിക്കും എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എന്താണെന്ന് വരാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഹലോ MLAയിൽ പങ്കെടുത്തതിന് ശ്രീ മോൻസ് ജോസഫ്. ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആരായിരിക്കും എതിരാളി എന്നത് മാത്രം നോക്കിയാൽ മതി. അത് സ്റ്റീഫൻ ജോർജിനെ തന്നെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനാണ് സാധ്യത എന്ന് ഒറ്റയടിക്ക് തൽക്കാലം പറയാൻ കഴിയും. പലതരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലാ കടുത്തുരുത്തി മണ്ഡലങ്ങൾ തമ്മിൽ മാറാനും ആ നിലയ്ക്കുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവാനുമൊക്കെ, അതായത് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ തന്നെ ചില ആലോചനകൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തൽക്കാലം അവിടെ സ്റ്റീഫൻ ജോർജിന് തന്നെയാണ് സാധ്യത. മത്സരരംഗത്ത് അദ്ദേഹമായിരിക്കും ശ്രീ മോൻസ് ജോസഫിനെതിരെ മത്സരിക്കാൻ ഉണ്ടാവുക എന്ന് തൽക്കാലം നമുക്ക് കരുതാം. കടുത്തുരുത്തിയുടെ രാഷ്ട്രീയ ചരിത്രവും 5 ടൈം MLA ആയ മോൻസ് ജോസഫിന്റെ പ്രവർത്തന ചരിത്രവും എല്ലാം നമ്മൾ കണ്ടു. കേരള കോൺഗ്രസിന്റെ ശക്തി ദുർഗമാണെങ്കിലും ഇടതു സ്വതന്ത്രനെ 2 തവണ ജയിപ്പിച്ച പഴയൊരു ചരിത്രവും കടുത്തുരുത്തിക്കുണ്ട്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിനൊപ്പം ഇടയ്ക്ക് ഇടത്തേക്ക് മറിഞ്ഞിട്ടുമുണ്ട് കടുത്തുരുത്തി. 1.5 മാസത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ ഫലത്തിൽ രാഷ്ട്രീയ ട്വിസ്റ്റുകളുടെ സൂചനയുണ്ടാകുമോ? അതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവുകൾ മാറി പുത്തൻ സാധ്യതകളിൽ തുറക്കുമോ? അഭിപ്രായങ്ങളും തീർപ്പുകളും വിധികളും പ്രവചനങ്ങളും എല്ലാം മാറിമറിയാം. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ സമഗ്ര സമ്പൂർണ്ണ ചിത്രവുമായി ഹലോ MLA എത്തും. ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു, ഉത്തരം പറഞ്ഞേ പറ്റൂ.